നിങ്ങളുടെ സ്വർഗ്ഗതുല്യമായ ജീവിതം നരകമാക്കാൻ നിങ്ങളുടെ കുടുംബത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ മാത്രം മതി എന്ന ഓർമ്മക്കുറിപ്പോടുകൂടിയാണ് നമ്മൾ ഈ ക്യാമ്പയിൻ തുടരുന്നത്. ഇതിനൊരു അന്ത്യം കണ്ടെത്തുന്നതുവരെ ലഹരി മാഫിയയുമായി തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് റിപ്പോർട്ടർ TV. നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ കുടുംബ ബന്ധങ്ങളെ, നമ്മളുടെ പൊതുസമൂഹത്തെ സംരക്ഷിച്ചു നിർത്താൻ ലഹരി മാഫിയയിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയേ മതിയാകും. ഇന്നലെ MDMA വരുന്ന വഴിയും MDMA ഉപയോഗിക്കുന്ന രീതിയും MDMAയുടെ ഉപഭോക്താക്കളെക്കുറിച്ചും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് റിപ്പോർട്ടർ TV നടത്തിയത്. സംസ്ഥാനത്ത് ഹൈഡ്രോ കഞ്ചാവും ഹൈബ്രിഡ് കഞ്ചാവും വ്യാപകമാണ് എന്നാണ് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേക ലാബുകളിലാണ് കഞ്ചാവ് വളർത്തിയെടുക്കുന്നത്. ഏഷ്യ ആഫ്രിക്കൻ വകഭേദങ്ങൾ സംയോജിപ്പിച്ചാണ് ഇവ നിർമ്മിക്കുന്നത്. തായ്ലൻഡിൽ നിന്നും ബാങ്കോക്കിൽ നിന്നുമാണ് ഹൈഡ്രോ കഞ്ചാവ് എത്തുന്നത്. സ്ഥിരമായി ഈ രാജ്യങ്ങൾ സന്ദർശിക്കുന്നവരെ നിരീക്ഷിച്ചു വരികയാണ് പോലീസ്. ആദ്യം നമുക്ക് ആലുവ റൂറൽ SP വൈഭവ് സക്സേന പറഞ്ഞത് ഒന്ന് കേൾക്കാം. സമീപ് കാലിൽ എയർപോർട്ടിൽ കുറേ ഈ കസ്റ്റംസ് പിടിച്ചിട്ടുള്ള ഹൈഡ്രോ ഗാഞ്ച പിന്നെ ഹൈബ്രിഡ് ഗാഞ്ച ആയിരുന്നു. അതൊരു പുതിയ ലേറ്റസ്റ്റ് ഒരു ട്രെൻഡാണ്. ഇതിൽ എന്താണ്, ഒരു ഗാഞ്ചാലെ പ്രത്യേകിച്ചും ഒരു THC കണ്ടൻറ്റ് ഉണ്ട്, ടെട്രാ ഹൈഡ്രോ കെനാബിനോൾ. ആ THC കെമിക്കൽ എല്ലാ എഫക്റ്റ് ഗാഞ്ചയുണ്ട്. സോ ഇത് ശരിക്കും കൺസ്യൂം ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഹെഡിൽ സ്റ്റിമുലസ് കിട്ടും, ബോഡി മുഴുവൻ റിലാക്സ് ആവും. സോ രണ്ട് ഒരുമിച്ച് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഭയങ്കര ഡേഞ്ചറസ് ആണ്. കാരണം THC കണ്ടൻറ്റ് ആണോ ഏറ്റവും കൂടുതലുള്ള ഈ ഹൈബ്രിഡ് അല്ലെങ്കിൽ ഹൈഡ്രോ ഗാഞ്ച. സോ സമീപ കാലിൽ കസ്റ്റംസ് ഇഷ്ടം പോലെ ക്വാണ്ടിറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്ന് ഇങ്ങോട്ടിലേക്ക് വന്നിട്ടുള്ളൂ. ഹൈഡ്രോ ഗാഞ്ച അത് ലാബിൽ കൺഫർമേഷൻ വരും. ഇത് ശരിക്കും കമ്പൗണ്ട് ഇസ് സെയിം കാനബിസ്, പിന്നെ THC ഉണ്ട്, ടെട്രാ ഹൈഡ്രോ കെനാബിനോൾ. ഞാൻ നേരിട്ട് പറഞ്ഞു. അതുകൊണ്ടാണ്. പക്ഷേ ഡിഫറൻസ് എന്താണ്? ഡിഫറൻസ് ഇസ് ഓൺലി ഇൻ ദ കൾട്ടിവേഷൻ, ഹൗ ഇറ്റ് ഈസ് ബീങ് കൾട്ടിവേറ്റഡ്. സൈഫുനിസ അലിയാർ നമുക്കൊപ്പം ചേരുന്നു. സൈഫുനിസ അലിയാർ, അത്യന്തം മാരകമായ രാസലഹരികളാണ് കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിലെ പുതിയൊരു വകഭേദമാണ് ഇപ്പോൾ വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ്. കഞ്ചാവ് ഇന്ന് 10 കിലോ കഞ്ചാവ് പിടിച്ച വാർത്ത നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തു. ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ വരവ് മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ്. ഒരുപാട് ഉപഭോക്താക്കൾ ഇപ്പോൾ ഈ ഹൈബ്രിഡ് കഞ്ചാവിന് ഏറി വരുന്നു. ഹൈബ്രിഡ് കഞ്ചാവുകൾ പിടിക്കുന്ന കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് വരുന്നതും ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കുന്നതും എന്താണ് അതിനെ മറ്റ് ലഹരികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും? സൈഫുനിസ. അരുൺകുമാർ, ഇപ്പോൾ സാധാരണ നമ്മുടെ നാടുകളിൽ ആദ്യമൊക്കെ പിടിച്ചുകൊണ്ടിരുന്നത് കഞ്ചാവാണ്. അത് സ്വാഭാവികമായ രീതിയിൽ മണ്ണിൽ വളരുന്ന കഞ്ചാവായിരുന്നു. പക്ഷെ പിന്നീടാണ് ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് 2 തരത്തിലുള്ള കഞ്ചാവ് വന്നത്. അത് വളരെ വിലയേറിയത് കൂടിയായിരുന്നു. ഒന്ന് ഹൈബ്രിഡ് കഞ്ചാവും ഒന്ന് ഹൈഡ്രോ കഞ്ചാവും. ഈ ഹൈഡ്രോ കഞ്ചാവ് പൂർണ്ണമായും കെമിക്കൽ ലാബുകളിൽ വളർത്തിയെടുക്കുന്നതാണ്. പ്രത്യേക താപനിലയും പ്രത്യേക വെളിച്ചവും എല്ലാം തന്നെ ക്രമീകരിച്ചുകൊണ്ട് ഈ ലാബുകളിൽ ഈ ടെസ്റ്റ് ട്യൂബുകളിൽ വളർത്തിയെടുക്കുന്ന കഞ്ചാവാണ് ഈ ഹൈഡ്രോ കഞ്ചാവ്. അത് ബ്രെയിൻ സ്റ്റിമുലേഷനാണ്. അതായത് നമ്മുടെ ബ്രെയിൻ സാധാരണ പ്രവർത്തിക്കുന്നതിനേക്കാൾ അതിനെ കൂടുതൽ ഉത്തേജിപ്പിക്കാനാണ്. അത് കൂടുതൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ തലച്ചോറിനടക്കം ഉണ്ടാക്കുന്ന ഒരു ഹൈഡ്രോ കഞ്ചാവാണ് ഒന്ന്. ഇത് ബാങ്കോക്കിൽ നിന്നും തായ്ലൻഡിൽ നിന്നുമാണ് പ്രധാനമായും വരുന്നത്. സ്ഥിരമായി ഇവിടെ ഈ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകൾ പലപ്പോഴും എറണാകുളത്ത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കസ്റ്റംസിന്റെ പിടിയിലാകുന്നത് ഈ ഹൈഡ്രോ കഞ്ചാവുമായാണ്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹൈബ്രിഡ് കഞ്ചാവാണ്. ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറയുന്നത് 2 തരം വകഭേദങ്ങളുണ്ട്. ഒന്ന് ഏഷ്യൻ രാജ്യങ്ങളിൽ കാണുന്ന ഇൻഡിക്ക കഞ്ചാവുകൾ, മറ്റൊന്ന് സറ്റൈവ കഞ്ചാവ്, അത് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കാണുന്നതാണ്. ഈ 2 കഞ്ചാവും കൂടി സംയോജിപ്പിച്ച് ഉണ്ടാക്കുന്നതാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ബോഡി റിലാക്സിങ്ങിന് വേണ്ടിയിട്ടാണ്. അത് മയങ്ങി അങ്ങ് കിടക്കും. അങ്ങനെ ഒരു രീതിയാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കുന്നത്. ഈ 2 കഞ്ചാവും നമ്മുടെ ശരീരത്തിലുണ്ടാക്കുന്ന വലിയ ദോഷങ്ങളാണ്. ഒപ്പം തന്നെ ഈ സാധാരണ കഞ്ചാവിനേക്കാൾ വിലയും വളരെ കൂടുതലാണ്. ലക്ഷങ്ങളാണ് ഈ ഹൈഡ്രോ കഞ്ചാവിനാണെങ്കിലും ഹൈബ്രിഡ് കഞ്ചാവിനാണെങ്കിലും വില. പക്ഷേ ഇതിൽ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നിയമങ്ങൾ ഇപ്പോഴുള്ളത് NDPS ആക്ട് ഇപ്പോഴും കഞ്ചാവ് എന്ന രീതിയിൽ തന്നെയാണ് ഇതിനെല്ലാം പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് 1 കിലോയിൽ താഴെ കഞ്ചാവാണ് കൈവശം വെക്കുന്നതെങ്കിൽ പോലും അത് സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന വകുപ്പായി തന്നെയാണ് പരിഗണിക്കുക. അതായത് ഈ ഹൈബ്രിഡ് കഞ്ചാവോ അല്ലെങ്കിൽ ഹൈഡ്രോ കഞ്ചാവോ സാധാരണ കഞ്ചാവിനേക്കാൾ വളരെ ചെറിയൊരു അളവ് മാത്രം മതി നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ നശിപ്പിച്ച് കളയാനായി. പക്ഷേ ഇപ്പോഴും നമ്മുടെ നിയമങ്ങൾ
നിയമങ്ങൾ അതനുസരിച്ച് മാറിയിട്ടില്ല. ഈ പുതിയ കഞ്ചാവും ലഹരികളും എല്ലാം തന്നെ വരുന്നുണ്ടെങ്കിൽ പോലും അതിനനുസരിച്ച് നമ്മുടെ നിയമങ്ങൾ മാറ്റം വരാത്തത് കൊണ്ട് തന്നെ ഇത് കേസുകളിലെല്ലാം തന്നെ ഈ പ്രതികൾ രക്ഷപ്പെടുന്ന ഒരു സ്ഥിതിയുമുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ പോലീസും ഒപ്പം തന്നെ കസ്റ്റംസും ചെയ്യുന്നത് ഈ സ്ഥിരമായി രാജ്യങ്ങളിൽ പോയി ഇങ്ങനെ വരുന്നവരെ സൂക്ഷ്മം നിരീക്ഷിച്ച് അവരെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ സൈഫുനീസ, അത്യന്തം അപകടകരമാണ് ഈ ഹൈഡ്രോ കഞ്ചാവും ഈ ഹൈബ്രിഡ് കഞ്ചാവും എല്ലാം. വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്, തായ്ലൻഡ്, ബാങ്കോക്ക്. പക്ഷേ ഇപ്പോഴും നമ്മുടെ നിയമവ്യവസ്ഥയിൽ അതിനെ കഞ്ചാവായിട്ട് പരിഗണിക്കുമ്പോൾ അതിന്റെ നിയമത്തിന്റെ ആനുകൂല്യം ഇവർക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും നിയമത്തിലുള്ള ഭേദഗതികൾ വേണം, ചട്ടങ്ങളിൽ ഭേദഗതി വേണം. ഹൈഡ്രോ കഞ്ചാവും ഹൈബ്രിഡ് കഞ്ചാവും എല്ലാം മാരകമായ വിപത്തുകളാണ്. ശരീരത്തെ പൂർണ്ണമായിട്ടും അടിമുടി നമ്മളുടെ നാഡീവ്യവസ്ഥയെ തന്നെ നശിപ്പിച്ച് കളയുന്നതാണ് എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കുക. ഒരു കാരണവശാലും ആ പ്രലോഭനങ്ങളിൽ വിടാതിരിക്കുക.